നമ്മൾ അത്ര പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂസ് വളരെയധികം കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുടെ അശ്രദ്ധ കാരണമായിരിക്കാം നമ്മുടെ ചാനലിന് ഒരുപാട് വ്യൂസ് എല്ലാം കുറയുന്നതിനുള്ള കാരണം. അപ്പോൾ YT സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റും അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ വ്യൂസ് വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ പറയുന്നത്. അധികം ഗ്രോത്ത് ഒന്നുമില്ലാത്ത ചാനലുകൾക്ക് ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിന് യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. 500-നടുത്ത് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയവർക്ക് YT സ്റ്റുഡിയോയുടെ അനലിറ്റിക്സ് എന്ന ഭാഗത്ത് പോയാൽ ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. ആക്റ്റീവായ കുറച്ച് ഓഡിയൻസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് YT സ്റ്റുഡിയോയിൽ ഈ ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. YT സ്റ്റുഡിയോയിൽ അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയൻസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഈ ഓഡിയൻസ് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് ലഭിക്കുന്നുണ്ട്. ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് എപ്പോഴാണ് യൂട്യൂബിൽ ആക്റ്റീവ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ ഡാർക്ക് ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഓഡിയൻസ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അതുപോലെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള സമയത്ത് നമ്മുടെ ഓഡിയൻസ് ആക്റ്റീവ് അല്ലാത്ത സമയമാണ്. നേരത്തെ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നത് ഒരു ഏകദേശം ഒരേ ടൈം പാറ്റേൺ കീപ്പ് ചെയ്തിട്ടായിരുന്നു. അതായത് നമ്മൾ 6 മണിക്കാണ് നമ്മളുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ അതേ സമയത്ത്, അതായത് അടുത്ത ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 6 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോഴും ഒരുപാട് യൂട്യൂബേഴ്സ് ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദോഷം ഒന്നും തന്നെ ഇല്ല. കാരണം അവരുടെ വ്യൂവേഴ്സിന് അവരുടെ വീഡിയോ എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഒരേ ടൈം പാറ്റേൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ യൂട്യൂബിൽ വന്നിരിക്കുന്ന ഈ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം നമ്മുടെ ഓഡിയൻസ് ഏത് സമയത്താണ് ആക്റ്റീവായിട്ടുള്ളത് എന്നത് നമുക്ക് ഈ ഗ്രാഫ് യൂസ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഈ ഗ്രാഫ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് സൺഡേയിൽ 12 PM കൂടുതൽ ഓഡിയൻസ് ആക്റ്റീവായി കാണുന്നത്. എന്നാൽ മൺഡേയിൽ ഇത് 6 PM ആയി കാണിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത സമയത്താണ് എൻ്റെ ഓഡിയൻസ് ആക്റ്റീവായിരിക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ഏത് ദിവസത്തിൽ ഏത് സമയത്താണ് അപ്ലോഡ് ചെയ്താൽ കൂടുതൽ വ്യൂസ് കിട്ടുന്നത് എന്ന് ഈ ഗ്രാഫ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും ഈ ഗ്രാഫ് നോക്കി നിങ്ങളുടെ വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ട ബെസ്റ്റ് ടൈം മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവഴി നമുക്ക് വ്യൂസ് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ വർധനവ് വരുത്താൻ സാധിക്കും. YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ നേരത്തെ ഈ ഒരു ഫീച്ചേഴ്സ് ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ ഈ ഫീച്ചർ എല്ലാം തന്നെ ലഭ്യമാണ്. അപ്പോൾ ഈ ഫീച്ചർ യൂസ് ചെയ്ത് ചെറിയ ചാനലുകൾക്കും ഗ്രോ ചെയ്യാൻ സാധിക്കും. ഈ ട്രിക്ക് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ഈ ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. താങ്ക്